പരസ്യ പ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി. ഇപ്പോൾ എം സ്വരാജ് നമ്മളോടൊപ്പം ഉണ്ട്. സാധാരണ കഴിഞ്ഞ തവണ 3000-ൽ താഴെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ താങ്കളുടെ ഒരു റീഡിങ് എന്താ? അല്ല, ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം പ്രവചിക്കാറില്ല. ജനാധിപത്യത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളാണല്ലോ അതൊക്കെ തീരുമാനിക്കേണ്ടത്. അത്തരം പ്രവചനങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവ് പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ അഭിപ്രായത്തെ അടിവരയിടുന്ന അനുഭവമാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മികച്ച വിജയം ലഭിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു പ്രതീക്ഷിക്കുന്നു. അൻവറിൻ്റെ രാജിയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ കടന്നത്. അപ്പോൾ ഇന്നലത്തെ പ്രകടനത്തിലൊക്കെ അൻവറിൻ്റെ ഒരു ജനക്കൂട്ടം അത് LDF-നെ താങ്കളെ ആശങ്കപ്പെടുത്തുന്നു. അത് കണ്ടിട്ടുള്ളവർക്കറിയാമല്ലോ എങ്ങനെയാണത് എന്നുള്ളത്. ഞാൻ പിന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നത് ഉചിതമല്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിലെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. വന്യമൃഗ ശല്യം മുതൽ ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സമഗ്രമായി ഉയർന്നു വന്നു. ഇപ്പോൾ വന്യമൃഗ ശല്യത്തിന് ഇരയായികളുടെ യോഗങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഇതിലെ ഒരു ബേസിക് പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് തോന്നുന്നത് എന്താണ്? ഏറ്റവും പ്രധാനമായ പ്രശ്നം ബാധകമായ നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമം മലയോര കർഷകരുടെ ജീവനും അവരുടെ കൃഷിവിളകൾക്കും മറ്റു സ്വത്തുക്കൾക്കും ഒരു പരിഗണനയും കൊടുക്കാത്തതാണ്. അപ്പോൾ അത് പൊളിച്ചെഴുതണം എന്നതാണ് ആവശ്യം. വിവിധ മുന്നണികൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ടാണോ ഇപ്പോൾ LDF PDP അവിടെ ജമാഅത്തെ വരുന്നത്? അങ്ങനെ എല്ലാവരെയും കൂടി പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണോ? രണ്ടും സമീകരിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. PDP-യുടേതൊരു നിലപാട് പുതുമയുള്ളതല്ല. കാരണം അവർ ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ആ മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തണം, അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളുടെ മുൻപാകെ പരസ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-നെ പിന്തുണയ്ക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അവർ മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെക്കുന്നത്. അവർ മതരാഷ്ട്രവാദികളാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായി മതരാഷ്ട്രവാദത്തിനെതിരാണ്. അത് ഏത് നിറത്തിലുള്ള മതരാഷ്ട്രവാദമായാലും എതിർക്കപ്പെടേണ്ടതാണ്. അവർ UDF-ലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നിലമ്പൂരിൽ പിന്തുണ കൊടുത്ത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ അവരുടെ പിന്തുണ തന്നെയായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് അവരെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ ആലോചിച്ചു, തീരുമാനിക്കുന്നു എന്നാണ്. എന്തായാലും എം സ്വരാജിൻ്റെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷവാനാണ്. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ക്യാമറാമാൻ നിഖിൽ ജോസഫിനും വിനീഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.